നമസ്കാരം. റാഫ്റ്റോ ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ബ്രിസ്ബെയിനിലെ കളി ഉപേക്ഷിച്ചിരിക്കുകയാണ്. മാച്ച് ഡ്രോ ആയി. ഇന്ത്യയുടെ മറുപടി ബാറ്റിംഗ് ആരംഭിച്ചിരുന്നു. പക്ഷേ 8 റൺസിൽ ഇന്ത്യ എത്തി നിൽക്കുമ്പോൾ വെളിച്ചക്കുറവ് അങ്ങനെ ടീയിലേക്ക് പോയി. പിന്നെ പെരുമഴയായി. കളി പുനരാരംഭിക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്തതുകൊണ്ട് മാച്ച് ഡ്രോ ആയി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. സോ മഴ ജയിച്ചു. കളി സമനിലയിലായി. ഓസ്ട്രേലിയ വിജയിക്കാൻ വേണ്ടി പരമാവധി ശ്രമിച്ചെങ്കിലും മഴ സമ്മതിച്ചില്ല എന്ന് വേണം പറയാൻ. ഈ ഡ്രോയിൽ ഏറ്റവും അധികം സന്തോഷിക്കുന്നത് തീർച്ചയായിട്ടും ടീം ഇന്ത്യ തന്നെയായിരിക്കും. ഇനിയിപ്പോൾ അടുത്ത മത്സരം MCGയിലാണ്. ബോക്സിംഗ് ഡേ ടെസ്റ്റാണ്. MCGയിൽ മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിലും അതിനുശേഷം SCGയിലുമായിട്ട് അടുത്ത 2 ടെസ്റ്റ് മത്സരങ്ങൾ നടക്കുമ്പോൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സുവർണാവസരം കൈവരികയാണ്. അടുത്ത 2 ടെസ്റ്റുകളിൽ ഒന്ന് വിജയിച്ചാൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യക്ക് റീറ്റെയിൻ ചെയ്യാൻ പറ്റും. നിലവിൽ ബോർഡർ ഗവാസ്കർ ട്രോഫി ഇന്ത്യയുടെ കയ്യിലാണുള്ളത്. സോ ഇപ്പോൾ 1-1 സമനില. 3 ടെസ്റ്റ് കഴിഞ്ഞു. അടുത്ത 2 ടെസ്റ്റുകളിൽ ഒന്ന് ഇന്ത്യ വിജയിച്ചാൽ അതിനർത്ഥം പിന്നെ സീരീസ് ഇന്ത്യ തോൽക്കില്ല എന്നാണ്. അങ്ങനെ വന്നാൽ ഇന്ത്യക്ക് ബോർഡർ ഗവാസ്കർ ട്രോഫി റീറ്റെയിൻ ചെയ്യാൻ പറ്റും. സോ സുവർണാവസരം വന്നിരിക്കുന്നു എന്നർത്ഥം. തീർച്ചയായിട്ടും ഇത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യമാണ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം. അടുത്ത ടെസ്റ്റ് എന്ന് പറയുന്നത് MCGയിൽ നടക്കുന്ന ടെസ്റ്റ് ബോക്സിംഗ് ഡേ ടെസ്റ്റാണ്. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് ബോക്സിംഗ് ഡേ ടെസ്റ്റിൽ ഇന്ത്യ ഓസ്ട്രേലിയയിൽ പരാജയപ്പെട്ടിട്ടില്ല. ഇന്ത്യ ഹാവ് ലോസ്റ്റ് എ ബോക്സിംഗ് ഡേ ടെസ്റ്റ് ഇൻ ഓസ്ട്രേലിയ ഇൻ ദി ലാസ്റ്റ് 12 ഇയേഴ്സ് എന്ന കാര്യം കൂടി ശ്രദ്ധിക്കുക. സോ പോസിറ്റീവാണ് ഇന്ത്യൻ ടീമിന് ഈ ഒരു സമനില എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഈ കളി തോറ്റിരുന്നെങ്കിൽ സീരീസിൽ താഴേക്ക് പോയിക്കൊണ്ട് അവസാന 2 ടെസ്റ്റ് വല്ലാത്തൊരവസ്ഥയിൽ കളിക്കേണ്ടി വന്നേനെ. ഏതായാലും ഇത് ഇന്ത്യൻ ടീമിൻ്റെ മികവ് കൊണ്ടാണ് എന്നൊന്നുമല്ല നമ്മൾ പറഞ്ഞു വരുന്നത്. മഴ കൊണ്ട് ഇങ്ങനെ സംഭവിച്ചു. അത് ഇന്ത്യക്കൊരു സുവർണാവസരമായി. ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ ഇതിൽ ബെസ്റ്റ് പ്ലെയർ തീർച്ചയായിട്ടും ട്രാവിസ് ഹെഡ് തന്നെയാണ്. അദ്ദേഹത്തിനാണ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം. 2ാം ടെസ്റ്റിലും അദ്ദേഹമായിരുന്നു. 3ാം ടെസ്റ്റിലും അദ്ദേഹം തന്നെയാണ്. ആദ്യം ബാറ്റ് ചെയ്ത ഓസ്ട്രേലിയ ഫസ്റ്റ് ഇന്നിങ്സിൽ 445 റൺസാണല്ലോ അടിച്ചത്. അന്ന് ട്രാവിസ് ഹെഡിൻ്റെ വക 152 റൺസിൻ്റെ കിടലിൻ ഇന്നിങ്സ് ഉണ്ടായിരുന്നു. സ്റ്റീവ് സ്മിത്ത് 101 റൺസുമായിട്ട് സെഞ്ചുറി നേടിയിരുന്നു. മറുപടി ബാറ്റിങ്ങിൽ ടീം ഇന്ത്യ തകർന്ന കാഴ്ച. പക്ഷേ KL രാഹുലിൻ്റെ 84, രവീന്ദ്ര ജഡേജയുടെ 77, പിന്നെ അവസാന വിക്കറ്റ് കൂട്ടുകെട്ടിൽ ജസ്പ്രീത് ബുംറയും ആകാശ് ദീപും നടത്തിയ പോരാട്ട വീര്യം, അതാണ് ഒരു ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇന്ത്യയെ സഹായിച്ചത്. എന്നാൽ ഓസ്ട്രേലിയയെ സംബന്ധിച്ചിടത്തോളം അവരുടെ 2ാം ഇന്നിങ്സിൽ ചറപറ വിക്കറ്റുകൾ വീണു. എങ്കിലും അവർ ഇന്ത്യക്ക് മുന്നിലേക്ക് 275 റൺസിൻ്റെ വിജയലക്ഷ്യം വെച്ച് നീട്ടിയിരുന്നു. ഒടുവിൽ ഇന്ത്യയെ 54 ഓവറുകൾ ബൗൾ ചെയ്യാൻ പറ്റിയാൽ ഇന്ത്യയെ ഓൾ ഔട്ട് ആക്കാം എന്നുള്ള തരത്തിലാണ് അവർ കാര്യങ്ങൾ കണ്ടതെങ്കിലും മഴ പെയ്ത് മത്സരം നടത്താൻ കഴിയാത്ത സ്ഥിതിവിശേഷമുണ്ടായി. ഓസ്ട്രേലിയക്ക് മാത്രമാണ് ഇതിൽ നിരാശയുണ്ടാവുക. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം സമനില എന്ന് പറയുന്നത് പോസിറ്റീവ് റിസൾട്ട് തന്നെയാണ്. നമ്മൾ എടുത്തു പറയേണ്ട ബൗളിംഗ് പ്രകടനം ജസ്പ്രീത് ബുംറയുടേത്. ആദ്യ ഇന്നിങ്സിൽ 6 വിക്കറ്റ് എടുത്ത ബുംറ 2ാം ഇന്നിങ്സിൽ 3 വിക്കറ്റുകൾ കൊയ്തെടുക്കുകയുണ്ടായി. എന്തായാലും ഇനി നമ്മൾ കാത്തിരിക്കുന്നത് ബോക്സിംഗ് ഡേ ടെസ്റ്റിനാണ്. മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ തീ പറക്കുന്ന പോരാട്ടം പ്രതീക്ഷിക്കാം. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.